ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബ്രെഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാരും ചെയ്യുന്നത് തന്നെയാവും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരിക് ഈ 4 ഭാഗത്തുനിന്നും അതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ വേണ്ടത് നമുക്ക് 1 കപ്പ് പാല്, 2 മുട്ട, 1/4 കപ്പ് പഞ്ചസാര, 3/4 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 2 സ്ലൈസ് ബ്രെഡും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അത് വേഗം ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുട്ട, പഞ്ചസാര, വാനില എസൻസ്, പാല് ഇതൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നല്ല തീരെ തരിയില്ലാത്ത രീതിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അടിച്ച് മാറ്റി വെച്ചാലും തന്നെ നമ്മളിത് ഒഴിക്കുന്ന നേരത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക, അതോ അല്ലെങ്കിൽ നന്നായി ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക ചെയ്യണം കേട്ടോ. ഇത് കാരമലിനുള്ളതാണ്. 1/2 കപ്പ് പഞ്ചസാര ഉണ്ട്. നമുക്ക് ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കാം. അപ്പോൾ കാരമൽ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. സ്റ്റീം ചെയ്യാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പാനിലേക്ക് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നന്നായി ചൂടായി കിടക്കുന്ന പാനായതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് പെട്ടെന്ന് മെൽറ്റായി വരും. എന്നിട്ടൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര. അപ്പോൾ നമ്മളൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എടുക്കാം. അല്ലാണ്ട് കുറച്ച് ഡാർക്ക് ആവരുത്. ഡാർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞിട്ട് അതിൻ്റെ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൽ ഇതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി എല്ലാ ഭാഗത്തുനിന്ന് ചുറ്റിച്ചിട്ട് എടുക്കുക. എന്താ വെച്ചാൽ ചൂടോടുകൂടി ഒഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ ഈ സ്റ്റീമറിലേക്ക് ഇത് ഇറക്കി വെക്കുക. എന്ന് വെച്ചാൽ ഇത് ഇറക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അല്ലെങ്കിൽ സ്റ്റീമറിന് ഉള്ളിലേക്ക് ചെറിയ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിറക്കി വെക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആദ്യം തന്നെ കാരമൽ ചെയ്ത പാത്രം അതിൽ ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായി കിടക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഇത് വിട്ടുപോരും. എന്നാലും ഒന്ന് പതുക്കെ ഒന്ന് നൈഫ് വെച്ചിട്ട് ഒന്നങ്ങനെ ആക്കി കൊടുത്തിട്ട് ചുറ്റിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു പാത്രം മുകളിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.